എക്സ് 5 രൂപ നാണയങ്ങളും വൈ 10 രൂപ നാണയങ്ങളും ചേർന്നാൽ 80 രൂപയുണ്ട്. എക്സ് 10 രൂപ നാണയങ്ങളും വൈ 5 രൂപ നാണയങ്ങളും ചേർന്നാൽ നമുക്ക് 70 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ സമവാക്യങ്ങൾ എഴുതുക. എന്നിട്ട് എത്ര 5 രൂപ നാണയങ്ങൾ ഉണ്ടെന്നും എത്ര 10 രൂപ നാണയങ്ങൾ ഉണ്ടാവുമെന്നും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സമവാക്യം എങ്ങനെ എഴുതാം? എക്സ് 5 രൂപ നാണയങ്ങൾ, അപ്പോ 5x എന്ന് എഴുതാം. 10 രൂപ നാണയങ്ങൾ y എണ്ണം ഉണ്ട്, അപ്പൊ 10y ആയിരിക്കും അതിന്ന് കിട്ടുന്നത്. അപ്പൊ അത് രണ്ടും ചേരുന്ന സമയത്ത് 80 രൂപ. അപ്പൊ നമുക്ക് കൂട്ടല്ലേ വേണ്ടേ? അപ്പോ 5x പ്ലസ് 10y 80 എന്നാണ് കിട്ടുന്നത്. ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? 5 കൊണ്ട് ഹരിച്ചു നോക്കൂ. എക്സ് പ്ലസ് 2y 16 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ്? രണ്ടാമത്തെ നിഗമനം, 10 രൂപ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ട്? എക്സ് എണ്ണം. അപ്പോ എത്ര രൂപ ഉണ്ടാവും? 10 ഇൻറ്റു എക്സ് 10x. 5 രൂപ നാണയങ്ങൾ y എണ്ണമാണ്, അപ്പൊ നമുക്ക് 5y ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ തുക എന്ന് പറഞ്ഞാൽ 70 രൂപയാണെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ സമവാക്യം 2. അപ്പോൾ സമവാക്യം 2 നമുക്ക് 10x പ്ലസ് 5y 70 എന്ന് എഴുതാം. ഇതിനി നമുക്ക് 5 കൊണ്ട് ഹരിക്കാമല്ലോ. 5 കൊണ്ട് ഹരിച്ചാൽ ഇതെന്താവും? 2x പ്ലസ് y 14 എന്ന് കിട്ടും. അത് സമവാക്യം 2 എന്ന് എഴുതാം. ഇവിടെ എക്സിന്റെ ഗുണകങ്ങൾ തുല്യമല്ല, വൈയുടെ ഗുണകങ്ങളും തുല്യമല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ സമവാക്യത്തിൽ എക്സിന്റെ ഗുണകം 2 ആക്കണം. അപ്പോൾ രണ്ടും തുല്യമാവും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി സമവാക്യം 1-നെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ സമവാക്യം 1-നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് 2x ആവും. 2 ഇൻറ്റു 2 4, അപ്പൊ 4y. ഇനി 16-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 32. ഇത് നമുക്ക് സമവാക്യം 3 എന്ന് എഴുതാം. ഇപ്പോൾ സമവാക്യം 2-ൽ എക്സിന്റെ ഗുണകം 2 ആണ്. സമവാക്യം 3-ൽ എക്സിന്റെ ഗുണകം 2 ആണ്. അത് രണ്ടും തുല്യമാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കുറയ്ക്കണം. അപ്പൊ കുറയ്ക്കാൻ വേണ്ടി ഏതിന്ന് ഏത് കുറയ്ക്കാം? 4y-ൽ നിന്നും y കുറയ്ക്കുമ്പോൾ 32-ൽ നിന്നും 14 കുറയ്ക്കണം. അപ്പൊ സമവാക്യം 3-ൽ നിന്നും സമവാക്യം 2 കുറച്ചാൽ എന്ത് കിട്ടും? 2x-ഉം 2x-ഉം ക്യാൻസൽ ആവും. 4y-ൽ നിന്ന് y കുറച്ചാൽ 3y കിട്ടും. 32-ൽ നിന്നും 14 കുറച്ചാൽ 18 ആയിരിക്കും കിട്ടുക. അപ്പൊ 3y 18 ആണ്. ഇതിൽ നിന്നും നമുക്ക് y എന്ത് കിട്ടും? 18/3, അതായത് y 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി y 6 ആയാൽ സമവാക്യം 1-ൽ നിന്നും x പ്ലസ് 2y 2 ഇൻറ്റു 6 സമം 16, അതായത് x പ്ലസ് 10 16 എന്നും സമവാക്യം 1-ൽ നമുക്ക് ഉള്ളത് x പ്ലസ് 2 ഇൻറ്റു 6 16. അപ്പോൾ x പ്ലസ് 2 ഇൻറ്റു 6 എത്രയാണ്? 12 ആണ്. സോറി, അപ്പൊ 16 എന്ന് കിട്ടും. അതിൽ നിന്നും x 16 മൈനസ് 12, അപ്പോൾ നമുക്ക് x 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ
എന്താണ് 4 5 രൂപ നാണയങ്ങളും 6 10 രൂപ നാണയങ്ങളുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് അവസാനം എടുത്തെഴുതാം. അപ്പോൾ ഓരോ തരത്തിലുമുള്ള എത്ര നാണയങ്ങൾ ഉണ്ടാകും? 5 അല്ല 4, എക്സിന്റെ വാല്യൂ 4. അപ്പൊ 4 5 രൂപ നാണയങ്ങൾ, പിന്നെ 6 10 രൂപ നാണയങ്ങൾ, സമവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാം സമവാക്യം എക്സ് പ്ലസ് 2y 16, രണ്ടാം സമവാക്യം 2x പ്ലസ് y 14. ഓക്കെ, ഇത് മതി. നമ്മൾ പിന്നെ രണ്ടാമത്തേന് പിന്നെ മാറ്റി എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 സമവാക്യങ്ങള്. പിന്നെ 5 രൂപ നാണയങ്ങള് 4 എണ്ണവും 10 രൂപ നാണയങ്ങൾ 6 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ആകെ എത്ര രൂപ ഉണ്ടാവും? 5 × 4 20, ഇവിടുന്ന് 60 രൂപയും, അപ്പൊ 80 റുപ്യ ഉണ്ടാവും. അത് ശരിയാണ്. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്? 10 രൂപ നാണയങ്ങളും 5 രൂപ നാണയങ്ങളും, അതായത് ഇവിടെ എക്സ് സമം 4, ഇവിടെ നമുക്ക് ഇതല്ല എഴുതേണ്ടത്, നമുക്ക് എക്സും വൈയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എക്സ് 4 എന്നും വൈ 6 എന്നും എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും? ആദ്യത്തെ കേസില്, ആദ്യത്തെ നിഗമനത്തിൽ 4 5 രൂപ നാണയങ്ങളും 10 രൂപ നാണയങ്ങളുമാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ നിഗമനത്തില് 6 10 രൂപ നാണയങ്ങളും 5 4 5 രൂപ നാണയങ്ങളുമായിരിക്കും ഉണ്ടാവുക. നേരത്തെ എഴുതിയതും ശരി തന്നെയാണ്. ഓക്കെ, അല്ല ആദ്യത്തേതില് ഓക്കെ ശരിയാണ്. 4 × 5ഉം 6 × 10ഉമാണ്. അതായത് 4 5 രൂപയും 6 10 രൂപയും. അപ്പൊ നമുക്ക് 80 രൂപ കിട്ടും. രണ്ടാമത്തേതില് നമുക്ക് 4 10 രൂപയും അതേപോലെ 6 5 രൂപയുമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് 20ഉം 30ഉം 70. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? എക്സ് 4 എന്നും വൈ 6 എന്നുമാണ് എഴുതേണ്ടത്. അല്ലാതെ 4 5 രൂപയും 6 10 രൂപയും എന്നല്ല എഴുതേണ്ടത്. കാരണം എന്താ? ഇത് ഒന്നാമത്തെ നിഗമനത്തിൽ 4 5 രൂപ 6 10 രൂപ, രണ്ടാമത്തെ നിഗമനത്തിൽ ഇത് തിരിച്ചാണ് വരുന്നത്. ഓക്കെ, 4 10 രൂപയും 6 5 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എക്സ് 4 വൈ 6 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം എടുത്തെഴുതുമ്പോൾ 2 കണ്ടീഷനും അവിടെ പ്രത്യേകം പറയണം. ആദ്യത്തെ നിഗമനത്തിൽ 4 5 രൂപ നാണയങ്ങളും 6 10 രൂപ നാണയങ്ങളുമാണുള്ളത്. രണ്ടാമത്തെ നിഗമനത്തിൽ 4 10 രൂപയും 6 5 രൂപയുമാണുള്ളത് എന്ന് എഴുതണം. ഓക്കെ, ഇതിപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉത്തരം എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചെഴുതുക. ഓക്കെ.